അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ആണിപ്പെടുന്ന അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, 7 ഒരു ഗോൾഡൻ ലെറ്ററിൽ എഴുതി അച്ഛനെ ഈശോ കാണിക്കുന്നുണ്ട്. 7 ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ 7 അനുഗ്രഹം കിട്ടിയാൽ ഇൻ്റർവ്യൂ ആകാം, ടെസ്റ്റാകാം, ജോലിയാകാം, PR ആകാം, ഇനി എന്താണ് നിങ്ങൾ ഇത്രയും നാൾ ആശിച്ചിരുന്നത് അതിനുള്ള തീരുമാനമാകാം, അതിൻ്റെ വിടുതലാകാം. എന്തായാലും നിങ്ങൾ സാക്ഷ്യം പറയണം. കർത്താവേ,
ഇങ്ങനെ ഇതുപോലെ തന്നെ ഓരോരുത്തരും കർത്താവ് അങ്ങ് സന്ദേശം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകൾ, ഭാരങ്ങൾ, അവർക്ക് സ്വന്തമായിട്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നന്നായി വിശ്വസിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട്, വെടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവരെല്ലാം കർത്താവ് ഈ നിമിഷം ആശീർവദിക്കട്ടെ. കർത്താവ് യാത്ര ചെയ്യുന്ന മക്കൾ, കർത്താവ് ഇൻ്റർവ്യൂ ഉള്ള മക്കൾ, കർത്താവ് പരീക്ഷ എഴുതുന്ന മക്കൾ, അനേകം മക്കൾ ആശീർവാദം വാങ്ങിച്ച് പോയിട്ടുണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി. അവരെല്ലാം കർത്താവെ ആശീർവദിക്കണം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നീക്കാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയുടെ ഘടന കർത്താവ് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവും നൽകിയ ഒരു ഘടനയാണുള്ളത്. എന്താ പറയണത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച്, അതല്ലേ ഉടമ്പടി എന്ന് പറയണത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. യോഹന്നാൻ 15:10 ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പം നിലനിൽക്കുക എന്നുള്ളത് ആണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ത്രെട്ടതാണ്, ഏറ്റവും വലിയ മുഖമുദ്രയും അതാണ്. നമുക്ക് പൊതുവെ വരുന്നൊരു വിഷയം എന്താ അറിയാമോ? ഈ ആഴ്ച ഭക്തി ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഭക്തി ഉണ്ടാകത്തില്ല. അടുത്ത മാസം നമ്മൾ തീർത്ഥാടനത്തിനും പോകും, ലോകത്തിലുള്ള എല്ലാ മലയും കയറും, പുരുഷൻ്റെ വഴി നടത്തി ഇറങ്ങി വരികയും ചെയ്യും, കൃപയിൽ ജീവിക്കുകയും ചെയ്യും. നോൻപ് കഴിയുമ്പോൾ ഇല്ലേ, പുതുഞാറാഴ്ചയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ പിന്നെ ഗ്രാഫ്, ആധ്യാത്മിക ഗ്രാഫ് താഴെ പോകും, ചിലപ്പോൾ ഗ്യാപ്പും വരും. നിങ്ങൾ ഒരു മല കയറണ നല്ലതല്ലേ, ഞാനും കയറുന്ന ആളാണ്. പക്ഷേ ഒരു മലയും കയറിയില്ലെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് അറിയാമോ? ദൈവ ആ മനുഷ്യ ബന്ധത്തിൽ ഗ്യാപ്പ് വരാതിരിക്കാൻ നോക്കണം. എന്താ ഈശോ പറയണത്? നിലനിൽക്കണം എന്ന് പറഞ്ഞ വാക്കതാണ് 15:10. എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ ഗ്യാപ്പില്ലാതെ, വിള്ളലില്ലാതെ, കണ്ടിന്യൂസ് ആയിട്ട് പിന്തുടർന്നുകൊണ്ട് നിലനിൽക്കുന്നത് പോലെ നമ്മൾ ഒത്തിരി പീക്കിലേക്ക് പോയില്ലെങ്കിലും ദൈവമായിട്ടുള്ള ആ ബന്ധം അത് ഒത്തിരിയേറെ നിമ്നോന്നതങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിലും ഒരു ബേസിക്കായിട്ട് ദൈവമായിട്ടുള്ള ആ നിലനിൽപ്പ് സൂക്ഷിക്കുന്നത് എൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലനിന്ന് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്നറിയാവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹം നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പന പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അങ്ങനെ കണ്ടിന്യൂഷനായിട്ട് നിലനിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഉടമ്പടിയുടെ ഗുണവധാനം, ഉടമ്പടി നിങ്ങളുടെ കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്തും. കണ്ടിന്യൂറ്റി ഇല്ലേ, തുടർച്ച ഉറപ്പുവരുത്തും. കാര്യം എന്താണ്? അതിൻ്റെ ചുറ്റുവട്ടങ്ങളും ആചാര അനുഷ്ഠാന ക്രമങ്ങളും സുവിശേഷ സാക്ഷ്യങ്ങളും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് അത് ഉറപ്പുവരുത്തുമ്പോൾ എന്ത് സംഭവിക്കും? 15:7 സംഭവിക്കും. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിലനിൽക്കുക എന്നുള്ള വാക്കുണ്ട് അവിടെ. 2 സ്ഥലത്തുകൊണ്ടേ 15:10 നിലനിൽപ്പുണ്ട്. എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹം നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പന പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹം നിലനിൽക്കും. ഇപ്പോഴെന്താ 15:7 പറയണത്? നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിലനിൽപ്പ് ഒരു പ്രശ്നമാണ്, ഗ്യാപ്പ് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഉടമ്പടി ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോലും ആൾക്കാരെ കാണത്തില്ല. എന്താ കാര്യം? അതായത് ഒരു ഉടമ്പടിയിലല്ല. ഉടമ്പടിയിലാണെങ്കിൽ അവരെ കാണാൻ എളുപ്പമാണ്. നമുക്ക് ചുമ്മാ കാര്യങ്ങൾ കേട്ട് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് മതാനും മധ്യസ്ഥ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വിഷയം ശരിയാകും. പക്ഷെ അവർ ഉടമ്പടിയിൽ അല്ലെങ്കിലോ, കാര്യം ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോഴാണ് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും ഞാൻ നിങ്ങൾ വസിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ള ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല, പ്രാർത്ഥനയ്ക്ക് തടസ്സമില്ല, ഇഷ്ടമുള്ള നമുക്ക് ചോദിക്കാം. പക്ഷേ ഗ്യാപ്പ് ഉണ്ടാകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് നോമ്പ് കാലത്ത് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ദിവ്യ അൾത്താരയിൽ തിരുക്കുമാരനും ഈശോയ്ക്കും
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇവിടെ നിൽക്കുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിച്ച ഈശോയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻസി ബെന്നി. ഞാൻ എറണാകുളം രൂപതയിൽ ഊന്നുകൽ ഇടവകാംഗമാണ്. 2022 ഞാൻ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിലാണ് എൻ്റെ ഒരു കൂട്ടുകാരി കൃപാസനം പത്രം നൽകുകയും ഈ കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത്. കൃപാസനം പത്രം വായിക്കുകയും യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്ത് ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ ആദ്യം തന്നെ പച്ചത്തിരിയും നീലത്തിരിയും പരിശുദ്ധ അമ്മയുടെ ഫോട്ടോ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് പ്രിൻ്റ് എടുത്ത് ഗൂഗിൾ സെർച്ച് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഞാൻ ഷാർജ പള്ളിയിൽ പോയി അച്ഛൻ്റെ അടുത്ത് ഈ നീലത്തിരിയും പച്ചത്തിരിയും പരിശുദ്ധ അമ്മയുടെ ഫോട്ടോയും വെഞ്ചിരിച്ച് എൻ്റെ റൂം ഞാൻ എൻ്റെ ബെഡിൽ തന്നെ പരിശുദ്ധ അമ്മയെയും ഈശോയെയും ഞാൻ പ്രതിഷ്ഠിച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന നിയോഗം 2018 മഴക്കെടുതിയിൽ ഭവനം നഷ്ടപ്പെട്ടതാണ് ഞങ്ങൾക്ക്. സ്വന്തമായി ഒരു വീട് വേണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് ഞങ്ങൾ ഹൈറേഞ്ചിലെ ഇടുക്കി രൂപതയിൽ മച്ചിപ്ലാവ് ഇടവകാംഗമായിരുന്നു. മച്ചിപ്ലാവ് ഇടവകയിൽ നിന്നും നൽകിയ ഫ്ലാറ്റിലാണ് 4 വർഷം ഞങ്ങൾ താമസിച്ചിരുന്നത്. ആ സമയത്ത് സ്വന്തമായൊരു വീട് പണിയാൻ ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചു. ഞങ്ങൾ ആവശ്യപ്പെട്ട തുക ലഭിക്കുകയും മനോഹരമായൊരു ഭവനം ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. രണ്ടാമതായിട്ട് ഇവിടെ ഡോക്ടറെ കാണുന്ന സമയത്ത് എൻ്റെ ബ്രസ്റ്റിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടെന്ന് കണ്ടെത്തുകയും ആ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ക്യാൻസർ എന്ന രോഗം ബാധിച്ച് എൻ്റെ അപ്പച്ചൻ, എൻ്റെ ചേച്ചി, പലരും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേറെ പിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബ്രസ്റ്റിൽ ഒരു ഫൈബ്രോയിഡ് കണ്ടപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തി. 6 മാസം കൂടുമ്പോൾ ഫോളോ അപ്പ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ ദുബായിലേക്ക് തിരിച്ചുപോയി. എൻ്റെ പ്രാർത്ഥനകളും ഞാൻ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 6 മാസം ഫോളോ അപ്പ് ചെയ്തപ്പോൾ എൻ്റെ കക്ഷത്തിൽ നിറച്ച് കഴലകൾ, വീണ്ടും ഇഷ്ടംമാതിരി കഴലകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയമായി, പാരമ്പര്യമായിട്ടുള്ള ഈ രോഗം എനിക്കും കിട്ടിയോ എന്നുള്ളൊരു ചിന്ത. എന്നാലും പരിശുദ്ധ അമ്മയുടെ ജപമാല മുറുക്കെ പിടിച്ചുകൊണ്ട് അമ്മയുടെ കാശുരൂപം എൻ്റെ കൂട്ടുകാരി തന്നതാണ്. ആ കാശുരൂപം ഞാൻ എൻ്റെ നെഞ്ചിൽ ചേർത്ത് വയ്ക്കും. അമ്മേ, ഈശോയുടെ തിരുരക്തം അമ്മയുടെ കൈകൊണ്ട് തന്നെ എനിക്ക് പുരട്ടിത്തരണം. അങ്ങനെ ഈ രോഗം ഒരിക്കലും, ഈ ഫൈബ്രോയിഡ് വളരാൻ അമ്മ അനുവദിക്കരുതെന്ന്. അങ്ങനെ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ നാട്ടിലെത്തി. ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അവിടെ ഡോക്ടറെ കണ്ട സകല സർട്ടിഫിക്കറ്റുകളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇവിടെ ഓഫീസിൽ കണ്ടു. അച്ഛനെ കാണാനുള്ള അനുവാദം എനിക്ക് ലഭിച്ചു. അച്ഛൻ എൻ്റെ പേപ്പറുകൾ നോക്കിയിട്ട്, എൻ്റെ സ്കാനിങ് റിപ്പോർട്ടുകൾ നോക്കിയിട്ട് ഇതാരാണ് പേഷ്യൻ്റ് എന്ന് ചോദിച്ചു. ഞാനാണെന്ന് പറഞ്ഞു. അച്ഛൻ പരിശുദ്ധ തൈലം എൻ്റെ നെറ്റിയിൽ പുരട്ടി തന്നിട്ട് പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്ന്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം സ്കാനിങ്ങിന് പോയി. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ ഫൈബ്രോയിഡ് ഒരു ചെറുതാണ്, ഒന്നുകൊണ്ടും പേടിക്കാനില്ല, അതിനൊരു വളർച്ചയൊന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. അതിനുശേഷം ഞാൻ വീണ്ടും ദുബായിലേക്ക് തിരിച്ചുപോയി, ജോലി ചെയ്തു. കൃപാസനം പത്രം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുമ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യും. അമ്മയെക്കുറിച്ച് പറയാൻ എനിക്ക് 100 നാവായിരുന്നു. എല്ലാവരോടും അമ്മയെക്കുറിച്ച് പറയാൻ. ഞാൻ ഒരു ദിവസം എൻ്റെ ജോലി സ്ഥലത്ത്, എപ്പോഴും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം, എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് ജപമാല ചൊല്ലുവാൻ ഇഷ്ടംമാതിരി സമയമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജപമാല ചൊല്ലി, ഞാൻ എൻ്റെ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഉറക്കം വന്നു. ഞാൻ കുറച്ചു നേരം അവിടെ കിടന്നു. അപ്പോൾ ഒരു പൈശാചികമായി സ്വപ്നം ഞാൻ കണ്ടു. പെട്ടെന്ന് തന്നെ എന്നെ ഒരു ശക്തി, ഞാൻ ബെഡിൽ നിന്ന് വലിച്ചു പൊക്കുന്നത് പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. പെട്ടെന്ന് ഞാൻ കണ്ടത്, ഈ കൃപാസനം അൾത്താരയിലിരിക്കുന്ന പരിശുദ്ധ അമ്മ എൻ്റെ പോക്കറ്റിൽ കിടന്ന ജപമാല അമ്മയുടെ കയ്യിലിരിക്കുന്നതും അമ്മ എൻ്റെ മുൻപിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മയെ കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ആ പൈശാചിക ശക്തിയിൽ നിന്നും ആ സ്വപ്നത്തിൽ നിന്നും അമ്മ എന്നെ വിടുതൽ നൽകി, എന്നെ രക്ഷിച്ചു. കൂടാതെ വീണ്ടും എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ എല്ലാ ദിവസവും ആഴ്ചയിലെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൃത്യം ലൈവ് തന്നെ കൂടണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതിന് സമയമുണ്ടാക്കി ഞാൻ പ്രത്യേകം ധ്യാനം കൂടും. ആ ധ്യാനം കൂടുന്ന സമയത്തും എൻ്റെ കൈകൾക്കും കാലുകൾക്കും പെട്ടെന്ന്, കയ്യിലും കാലിലും മൊത്തമായിട്ട് നീര് വന്നു. ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ കൈകളും കാലുകളും നീരും വേദനയുമാണ് എനിക്ക്.
ജപമാല റാലിയിൽ ഒക്ടോബർ 2024 ജപമാല റാലി ഇവിടെ ആരംഭിച്ചപ്പോൾ ഞാൻ എൻ്റെ ബെഡിൽ എഴുന്നേറ്റിരുന്ന് ഇവിടെ ജപമാല റാലി ആരംഭിച്ച സമയത്ത് ഞാൻ എഴുന്നേറ്റിരുന്ന് ജപമാല ചൊല്ലി പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിച്ചു. അടുത്ത വർഷം ജപമാല റാലിയിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ഒരുക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് എനിക്ക് വീണ്ടും കാലുവേദനയും കൈവേദനയും എല്ലാം ഉണ്ടായി. എൻ്റെ കൈകളിലും കാലുകളിലും ഭയങ്കരമായി നീര് വന്നു. ആ നീര് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നിന്ന് ജോലി ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഫൈബ്രോമയാളജിയ എന്ന് പറയുന്ന ഒരു രോഗമാണ്. ഇത് ഇറച്ചിക്കകത്ത് മാംസത്തിനകത്തിരുന്നുള്ള വേദനയാണ്. ഇത് കുറേ നാൾ മരുന്ന് കഴിക്കേണ്ടി വരും, അല്ലാതെ ഇത് പെട്ടെന്നൊന്നും മാറില്ല. എല്ലാ മാസവും രാജഗിരി ഹോസ്പിറ്റലിൽ പോകും, 10,000-7,000 രൂപയുടെ മരുന്ന് മേടിക്കും. അങ്ങനെ ഒരു 5-6 മാസം ഞാൻ മടുത്തു ഗുളിക കഴിച്ച്. അവസാനം ഞാൻ സെപ്റ്റംബറിൽ 2025 സെപ്റ്റംബർ മാസം അവസാനമായി രാജഗിരി പോയിട്ട് വന്നപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇനി ഞാൻ ഗുളിക കഴിക്കണില്ല, ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കണം. ജപമാല റാലിയിൽ എത്ര നീരോ വേദനയോ വന്നാലും ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കും. ഞാൻ എൻ്റെ ഗുളിക സ്റ്റോപ്പ് ചെയ്തിട്ട് ജപമാല റാലി ഒക്ടോബർ 28-ാം തീയതിയിൽ ജപമാല റാലിയിൽ ഒരാഴ്ച മുമ്പ് എൻ്റെ കാലിന് നീര് കൂടി, വേദനയും കൂടി. ആ വേദന കൂടിയപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, ഞാൻ വീണു പോയില്ലെങ്കിൽ അമ്മേ, എത്ര നീരോ വേദനയോ എനിക്ക് വന്നാലും ജപമാല റാലിയിൽ ഞാൻ പങ്കെടുക്കുമെന്ന്. അങ്ങനെ ജപമാല റാലിയിൽ എൻ്റെ നീരും വേദനയും ഒന്നും വകവയ്ക്കാതെ ജപമാല റാലിയിൽ പങ്കെടുത്തു. എനിക്ക് യാതൊരു പ്രശ്നങ്ങളും കൂടാതെ പൂർണ്ണമായും പങ്കെടുത്ത് ജപമാല റാലിയിൽ പങ്കെടുത്ത് അർത്തുങ്കലിൽ കയറി കുർബാന കണ്ട് തിരിച്ചു പോന്നു. അത് പിന്നെ ഇന്ന് ഈ ദിവസം വരെ ഞാൻ ആ അസുഖത്തിന് ഗുളിക കഴിച്ചിട്ടില്ല. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. വിശുദ്ധ കുർബാന ഞാൻ പറ്റുന്ന സാഹചര്യങ്ങളിലെല്ലാം കുറേ മുടക്കം എനിക്ക് വന്നിട്ടുണ്ട്, കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ. എന്നാൽ ഇപ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അതുപോലെ ജപമാല എന്നെ നയിക്കുന്നത് ജപമാലയാണ്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ ഞാനിപ്പോൾ പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവാണ്. അമ്മയോട് ഞാൻ പറയും, നമ്മൾ ഓരോ കാര്യങ്ങളും സാധിച്ചു താട്ടെ എന്ന് അമ്മയോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാനായിലെ കല്യാണ വിരുന്നിന് അമ്മ അവർ പോലും അറിയാതെയാണ് അവരുടെ ആവശ്യം സാധിച്ചു കൊടുത്തത്. അതുപോലെ ഞാൻ അമ്മയോട് പറയും, അമ്മ സഞ്ചാരി മാതാവല്ലേ, തിരുക്കുമാരനെ കൂട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു വാ. അവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ അമ്മയോട് ഒന്നും പറയണ്ടല്ലോ, എനിക്കത് സാധിച്ചു താട്ടെ, ഈ കാര്യം വേണമെന്ന് ഒന്നും പറയണ്ട. അമ്മ നേരിട്ട് കാണുമ്പോൾ അമ്മയ്ക്കറിയാലോ എനിക്ക് എന്താ വേണ്ടതെന്ന്. അമ്മ ഈശോയോട് പറയണമേ, സഞ്ചാരി മാതാവായി എൻ്റെ ഭവനത്തിൽ വരണമേ എന്ന് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും അമ്മയെ സഞ്ചാരി മാതാവായി നമ്മുടെ ഭവനങ്ങളിലേക്ക് ക്ഷണിച്ചാൽ അമ്മ നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ഒരപമാനത്തിൽ നിന്നോ ഒരു കുറവുകളിൽ നിന്നോ നമ്മളെ രക്ഷിക്കാൻ അമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അമ്മ ഈശോയോട് നമ്മൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കും. കൂടാതെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എന്നാലാവുന്ന രീതിയിൽ ഞങ്ങൾ താമസിക്കുന്നിടത്ത് അവിടെ അനാഥ മന്ദിരമുണ്ട്, വൃദ്ധ മാതാപിതാക്കൾ താമസിക്കുന്ന കോൺവെൻറ്റുകളുണ്ട്. അവിടെ ഭക്ഷണത്തിന് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയും അതുകൂടാതെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം ചെയ്യാനും, സഹായം ചോദിക്കുന്ന ആരെയും ഉടമ്പടിയിലായിരിക്കുന്ന നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. ഇന്ന് എനിക്ക് ആരെങ്കിലും അമ്മയെക്കുറിച്ച് പറയാൻ ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും ജോലിക്ക് പോകുമ്പോൾ ആരെ കണ്ടാലും എന്തെല്ലാം വേദനകൾ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അവരോട് അമ്മയെക്കുറിച്ചും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണ കാര്യങ്ങളും പറയാൻ ആവുന്നത്ര ശ്രമിക്കാറുണ്ട്. ജപമാലയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്ന ശക്തി. പരിശുദ്ധ അമ്മയും മാതാവേ, തിരുക്കുമാരനും അമ്മയോടും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മരണം വരെ ജീവിക്കുവാൻ എന്നെ യോഗ്യയാക്കണമേ. അറിഞ്ഞോ അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോടും എൻ്റെ കുടുംബത്തിനു വേണ്ടി തിരുക്കുമാരനോടും മധ്യസ്ഥ അപേക്ഷിക്കണമേ എന്ന് ഞാൻ യാചിച്ചുകൊണ്ട് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആദ്യമായിട്ട് ഞാൻ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നുണ്ട്. I am thanking God for all the blessings He has given to me through Mother Mary. So I want to convey my all witnesses to you to take the people towards Jesus Christ. Actually, I am my name is John Silvarajan from Coimbatore, settled down in Coimbatore. I am actually a Malayali. I am settled down in Coimbatore. She is my wife, Elizabeth. She was a
retired teacher. We both were there in Dubai for more than 25 years. I am having my own company there, and we have recruited a lot of people, and we have done a lot of projects. First of all, I must say that whenever I meet people, I will say, praise God. I never say good morning or good evening or good night like that. That also all the other denomination people, because Arabs are there, Pakistanis are there, Bangladeshis, Egyptians, Palestinians, all these people are there. Whenever I say praise God, they laugh at me. I was actually, I never vexed actually. I am proud of saying praise God. So I just asked the Father, Father, you just turn these people back to you like that. I don't know, within a short period, when I say praise God, people say praise God. Finally, they made me a name as, when I come there, they will never call me as John, they call me as praise God. So like that, I brought most of the people towards God. Every day I am sending around about 600 people individually the verses of lovely word to the people. That also the different denominations. So those people, when they happen to see this, they were very happy also. Once they, because due to this communication delay, it will be delayed for 2 or 3 hours like that. Immediately I will get a message that, John sir, I am not getting a vitamin today. What happened? What is wrong with you? Then immediately I used to send that one. Sorry, because of the communication and the system, we have got some problem. That's what it has happened like that. So I am always proud, and I always saying that at least one soul has to come to Jesus Christ. That is my ambition. Even though I am a sinner, I am not saint or anything like that. And I am a sinner when I am called, because He loves sinners. He loves sinners. So to repent and come back to Him. So I am also I was thinking that, so at least one person has to repent and come to Jesus like that. Okay. One thing I want to say, what are the miracle which I have had in my life? When I was in Dubai, I was having a very big problem. I used to take a lot of Coca-Cola, around about 15-16 bottles per day actually. Due to that, I had a very big problem, sugar complaint, and has gone up to peak. My both pelvic bones are weakened, and there was only 30% of the blood circulation. I was worried like anything. I have not informed to my family also. I got the photograph and I have shown to the sisters also. Then I came to the Coimbatore and I tested with this thing. The doctor told me, see, you should be very cautious. Suppose if you fell down anywhere else, your hip has to be replaced because inadequate blood circulation. So I was reluctant. I was very much worried also. But even in spite of that, I fell 2-3 times here and nothing has happened. I was hopefully thought that Mother Mary, as her intercession, I am healed. The same thing, I am 75 years old. So last 24th was my wedding anniversary. And after that one, I told my son to drop me in the station. So I came here for Rosary rally actually. So people will say, sir, you are aged up. You cannot go, you cannot walk like that. I was in fasting. I walked throughout from Kripasanam to Arthangal by walk 15 kilometers. For that, I must give sincere thanks to my mother and my Jesus. So nothing has happened. And after returning from here, I had my lunch only at Ernakulam. So that was a miracle. It is for me, actually it has happened and has given to me through Mother Mary. The second one is, when we were at Dubai, we have given our house for rent or lease. Around about first year, 11 months agreement, but the people are very close to us, and my son has given back that money without getting any receipt. So that what happened, that people, they said, we have not got the money back, so that we will be
we will not vacate like that. They have filed a case also. And in the meantime, I went there and I was talking to these people. They were all shouting at me like that. They beat me also. And finally, I cried to Amma, Mother Mary, and said, Mama, you have to see these people has to go out from here. There is no other option for me like that. Then suddenly, one fine evening, the lawyers and my relatives came, and we have forcefully vacated the house. After that, we have renovated the house, and I asked father and mother, said, Father, I don't want any idol worship in the house. The only people they have to come to and take the possession of the house only by faith, by Jesus Christ and Mother Mary, like that. After a few days, many people came for getting on lease like that. I was reluctant to give to them. One fine morning, as my prayer was heard, so one general people came and they asked me, and it was intentionally I decided to give it to them without any. See, they are Christians, and not only that, they are not idol worships. So they are very much close to associates with Mother Mary and Jesus Christ. The other one is, the case is, they filed a case against us. One by one, it started dismissing it. So there was no problem for me to these things. Then I used to take the blessed salt and this oil. Wherever I go, I used to pray for the sick people. For that, one miracle has happened. My daughter-in-law's mother was seriously sick and acute water circulation in the stomach. And doctor told her pancreas is gone. There is no other option. We have to do surgery, this, that, and all. I went there. I was sitting with that. We have to be in the hospital for a long time like that. But I am having a Mother Mary's dollar in my chain, and I put that dollar on her face and started praying. Then after that, I don't know, something has inspired me. I told her, Madam, you will be discharged within 2 days. You will be quite all right like that. So she was discharged as per the mother's wish, and Jesus Christ blessings, she has come out from the hospital actually. So like that, not only that, many times, many people I have done like that, and vacating this house also, we sprinkled the salt all over the house every day and started praying with my wife. So she was very much upset because very hard, we had got the house with a very difficult thing. Those days, it's about nearly about 20-25 years back. Now God has kept us in a very good position, and we started helping the people who are in need. I am not voluntarily going and asking them, whoever comes to us, because I don't have time to do these things. Whenever I happen to see some people, I used to help them. And I used to pray for the sick. I'll visit some hospitals where we are going and all. Wherever I meet some people in the hospital or any other orphanages, I used to pray for them. For all these things, I must sincerely thanks to my mother and the Jesus Christ for all the blessings, all the grace, what He has given to us through Mother Mary. Thank you, God bless, hallelujah. Mariye Varga, thank you very much for everything. Yeshuve Nanni, Devame Nanni, Mariye Varga, Ave Maria. ഗീതമായ തറയിൽ വന്ന് സാക്ഷ്യം പറയുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ഉയർത്തിയതിനും അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമേ തന്നെ 1000 നന്ദി. എൻ്റെ പേര് സിജോ, ഭാര്യ ഷിക, മകള് എവേന. ഞങ്ങൾ 4.5 വർഷമായിട്ട് UK-ലായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് UK പോയിട്ട് നാട്ടിലേക്ക് വരുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ വൈഫ് സ്റ്റുഡൻറ്റ് വിസയിലാണ് UK-ലേക്ക് പോയത്. അപ്പോൾ ആദ്യത്തെ 1 വർഷം പഠനം കഴിഞ്ഞ് ചെറിയ ജോലിയൊക്കെ ചെയ്താണ് ഞങ്ങളവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം നല്ലൊരു ജോലിക്ക് വേണ്ടി ഞങ്ങൾ 2 പേരും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈഫിൻ്റെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഉടമ്പടിയിൽ ഒരു നിയോഗം, മമ്മിയുടെ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്
വൈഫിന് നല്ലൊരു ജോലി ലഭിക്കണമെന്നായിരുന്നു. ബേസിക്കലി അവളൊരു ടീച്ചിങ് പ്രൊഫഷനിലാണ് ഉണ്ടായിരുന്നത് നാട്ടിൽ. അപ്പോൾ ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ചെറിയൊരു പാർട്ട് ടൈം ജോലിയായിട്ട് അവിടുത്തെ ഒരു കോളേജിൽ പഠിപ്പിക്കാനായിട്ട് ലഭിച്ചു. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വേറൊരു കോളേജിലൊരു ഫുൾ ടൈം ജോലിയായിട്ട് ലഭിച്ചു. പെർമനൻ്റ് അല്ല, ഒരു ഫുൾ ടൈം ജോലിയായിട്ട് ലഭിച്ചു. അപ്പോൾ അങ്ങനെ, എന്നാലും വലിയ അധികം ശമ്പളമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ആയിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം അപ്പോൾ മമ്മി ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, എൻ്റെ ഉടമ്പടി തീരാറായി, ഇന്ന് തീരുന്ന ദിവസമാണ്, മാതാവ് ഇതുവരെയും ഒന്നും ചെയ്ത് തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തലേ ദിവസം ഇവളൊരു യൂണിവേഴ്സിറ്റി ഓഫ് സസെക്സിലെ ഇൻ്റർനാഷണൽ സ്റ്റഡീസ് സെൻറ്ററിലേക്ക് ഒരു IT ടൂറുടെ വേക്കൻസിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ വരികയും പിറ്റേ ദിവസം തന്നെ ഇൻ്റർവ്യൂ നടത്തുകയും അന്ന് തന്നെ അവർ വിളിച്ചിരുന്നു, തിരിച്ച് സെലക്ഷൻ ആയിട്ടുണ്ട്, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് തന്നെ വിളിക്കാൻ പറ്റിയില്ലെങ്കിലും പിറ്റേ ദിവസം ഞങ്ങളവർ കോൺടാക്റ്റ് ചെയ്തു. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടന്നു. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് വെംബ്ലി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഉള്ളത് ബ്രൈറ്റൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു 3 മണിക്കൂർ യാത്ര അവിടെ നിന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി വീട് എടുക്കണം, 1 ആഴ്ച കൊണ്ട് 1.5 ആഴ്ച കൊണ്ട് ഇതെല്ലാം ചെയ്യണം. അവിടെ വീടെടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു വാടകയ്ക്കൊരു വീട് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ഇത് നോക്കണം, വീട് നോക്കണം. ഏജൻസിക്കാരത് നമ്മുടെ ഇതെല്ലാം വെച്ച് ലാൻഡ് ലോഡിന് കൊടുത്തിട്ട് അവർ ഇത് ചെയ്താൽ മാത്രമേ, അവർ എഗ്രി ചെയ്താൽ മാത്രമേ നമുക്ക് ആ വീട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓൺലൈനായിട്ട് തന്നെ ഇതെല്ലാം അപ്ലൈ ചെയ്തു. ഓൺലൈനായിട്ട് തന്നെ ഞങ്ങൾ പല വീടുകളുടെയും ഫ്ലാറ്റുകളുടെയും ഒക്കെ ഇത് കണ്ടു, ഞങ്ങൾ നോക്കി. അതിനുശേഷം ഞങ്ങൾ ഏജൻസിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് വരാനുള്ളൊരു സമയമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് 2 ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ഫ്ലാറ്റ് പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ, വളരെ അത്ഭുതമായിരുന്നു. അത് നമ്മൾ ലാൻഡ് ലോഡ് അത് സമ്മതിച്ചു, ഞങ്ങൾക്ക് ആ വീട് ഇങ്ങനെ ലഭിക്കുകയും ചെയ്തു. ഞങ്ങളിവിടെ നിന്ന് എല്ലാമായിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോറിഡോർ കയറി 2 വാതിലും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു, ഇത് ആരായിരിക്കും ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ താമസിക്കുക, അവിടെ അപ്പുറത്ത് താമസിക്കുന്ന ആരാന്നറിയില്ല, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു പേടി പോലെയൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ അതിനുശേഷം രാത്രിയായപ്പോൾ ഓപ്പോസിറ്റ് താമസിക്കുന്ന ആൾക്കാർ വന്നു, വാതിലയിൽ മുട്ടി. അപ്പോൾ ഞങ്ങൾ ഇത്തിരി പേടിയോടെയാണ് ഇങ്ങനെ തുറന്നു. അപ്പോൾ അവരൊരു ബംഗ്ലാദേശി ഫാമിലി ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങളോട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് അവിടെ റെസ്റ്റോറൻറ്റ് നടത്തുകയെന്ന് പറഞ്ഞു. അതിനുശേഷം വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹമാണ് അവിടുത്തെ ഞങ്ങളുടെ അവിടെ ബ്രൈറ്റൺ ആൻഡ് ഹോവ് കൗൺസിലിൻ്റെ മേയറായിട്ടിരിക്കുന്നയാൾ. അപ്പോൾ ഞങ്ങൾക്ക് മാതാവ് അവിടെ ഏറ്റവും നല്ലൊരു അയൽവക്കവും ഏറ്റവും സ്വാധീനമുള്ള എന്ത് കാര്യത്തിനും ഞങ്ങൾക്ക് സമീപിക്കാവുന്ന ഏറ്റവും നല്ലൊരാളെ തന്നെ ഞങ്ങൾ ഏറ്റവും വിഷമിച്ചിരുന്നത് എന്ത് അയൽവക്കമായിരിക്കും, നെയ്ബർ എങ്ങനെയായിരിക്കും എന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഏറ്റവും നല്ലൊരാളെ തന്നെ ഞങ്ങൾക്ക് വളരെ സഹായമായിട്ട് തന്നു. അതിനുശേഷം 1 വർഷം ഞങ്ങളവിടെ താമസിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു ചെറിയൊരു കുന്ന് പോലത്തെ ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. താഴത്തേക്കൊന്ന് മാറണം തോന്നി, ജോലിക്ക് പോകാനുള്ള സൗകര്യത്തിനും. കൊച്ചിൻ്റെ സ്കൂളൊക്കെ താഴെയായിരുന്നു. അപ്പോൾ നടന്നു പോവുകയും ബസ് സൗകര്യം ഇത്തിരി കുറവായിരുന്നു. കറക്റ്റ് സമയത്തല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു കാലാവസ്ഥയും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരാനാണെങ്കിലും ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാത്രി 12:30-1 മണിയാവും. അപ്പോൾ ബസ്സില്ല, 1 കിലോമീറ്ററോളം ഭയങ്കര കയറ്റം കയറി വരണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു പുതിയൊരു വീട് താഴത്തേക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. ആ വീട് ഞങ്ങൾ നോക്കി, പലയിടത്തും ഞങ്ങൾ നോക്കിയപ്പോൾ 2-3 പേര് അതിന് ജാമ്യം നിൽക്കണം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അതിലുണ്ടായി. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്നും ബസ്സിൽ വെച്ച് കാണുന്നൊരു ചേച്ചിയുണ്ട്, അവിടെ ഒരു നഴ്സ് ചേച്ചിയാണ് അവിടെ കുറേ കാലങ്ങളായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഞങ്ങൾക്കൊരു വീട് വേണം, താഴെ ആ ലെവലിലായിട്ടൊരു വീട് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, ചേച്ചിയുടെ അറിവിലുണ്ടെങ്കിൽ ഒന്ന് പറയണം. നമ്മൾ ചേച്ചി ചിരിച്ചിട്ട് ചോദിച്ചു, ഞങ്ങളുടെ വീടുണ്ട്, ഞങ്ങൾ അടുത്ത ആഴ്ച പുതിയ വീടെടുത്ത് മാറുകയാണ്, പുതിയ വീട് ഞങ്ങൾ മേടിച്ചു, ഞങ്ങൾ മാറുകയാണ്, ആ ഫ്ലാറ്റ് നിങ്ങൾക്ക് സൗകര്യമാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ ഫ്ലാറ്റ് തന്നെ ഞങ്ങൾക്ക് എടുത്തു. വളരെ അത്ഭുതമായിരുന്നു അത്. എങ്ങനെയാണത് കിട്ടിയതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ജാമ്യം നിൽക്കുന്നത് അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ കിട്ടാൻ ഇത്തിരി ഒരു ബുദ്ധിമുട്ടായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു. അമ്മ വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് മേടിച്ച് തന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു ഡിപ്പോസിറ്റായിട്ട് ഒരു 1500 പൗണ്ടോളം ഞങ്ങൾ ആദ്യത്തെ ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഏജൻസി സാധാരണ അവിടെ ഏജൻസികൾ നമ്മൾ ഫ്ലാറ്റ് മാറിപ്പോകുമ്പോൾ അതിൻ്റെ ഒരു പകുതി പൈസ അവർ പെയിൻ്റ് അടിക്കാനും ഇതിനെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിന്ന് അത് അവർ മേടിച്ചെടുക്കും. അപ്പോൾ വളരെ അത്ഭുതകരമായിട്ട്
ഞങ്ങളെ അവിടുത്തെ പഴയ ഫ്ലാറ്റിൻ്റെ ലാൻഡ് ലോഡ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മാറണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ തരുന്ന പൈസയേക്കാളും കുറച്ച് പൈസയ്ക്ക് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തരാം, നിങ്ങൾ എൻ്റെ കയ്യിൽ നേരിട്ട് പൈസ തന്നാൽ മതി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഞങ്ങളിവിടെ ഇങ്ങനെ എഗ്രിമെൻ്റ് എഴുതി, ഞങ്ങൾക്ക് മാറണം, എന്തായാലും മാറണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ പൈസയെല്ലാം ഡിപ്പോസിറ്റെല്ലാം നിങ്ങൾ മുഴുവനായിട്ട് അവിടെ നിന്ന് തിരിച്ച് മേടിക്കണം ഏജൻസിയിൽ നിന്ന് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു പൈസ പോലും കുറയാണ്ട് എത്ര പൈസ കൊടുത്തോ, എത്ര പെൻസ്, ആ കൃത്യം പെൻസ് വരെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അവർ തിരിച്ചു തന്നു. അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അതിനുശേഷം 2 വർഷം അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ജോലി ചെയ്തു. അപ്പോൾ ഞാൻ ചെറിയ ജോലികളൊക്കെ അവിടെ റെസ്റ്റോറൻറ്റിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ വിസ സ്റ്റേ ബാക്കിൻ്റെ സമയം തീർന്നു. വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു സമയമായി. അപ്പോൾ ഞങ്ങൾ വിസയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരാദ്യം പറഞ്ഞു വിസ തരാമെന്നുള്ളൊരു ഇതിന് സമീപനത്തിന് എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതെല്ലാം സബ്മിറ്റ് ചെയ്ത് 1-2 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തരാൻ കഴിയില്ല, ഇപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ പ്രൊമോഷനും അവിടുത്തെ പുതിയ അപ്പോയിൻമെൻ്റ് എല്ലാം ഞങ്ങൾ ഫ്രീസ് ചെയ്തേക്കുവാണ്, ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും വിസ തരാൻ പറ്റില്ല, 6 മാസം വരെ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിസ തരാതിരിക്കാം, നമുക്കതിലൊരു ഒരു ഗ്യാരണ്ടി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് വിസ തീരാൻ ആകെ 1.5 മാസം ആകെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ആ ഒരു സാഹചര്യം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നൊരു ചേട്ടനുണ്ടായിരുന്നു അവിടെ. പുള്ളിക്ക് അവിടെ ഒരു IT കമ്പനിയുണ്ട്, വേറെ പല കമ്പനികളും ഉണ്ട്. അപ്പോൾ പുള്ളി എപ്പോഴും പറയുമായിരുന്നു നിങ്ങൾക്ക് വിസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ വിസ തരാം, എൻ്റെ കമ്പനിയിൽ വിസ തരാം, ആ വിസയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഇതുപോലത്തെ നല്ലൊരു ഓപ്ഷൻ, എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെയാണ് ഞങ്ങൾ വിളിച്ച് ചോദിക്കും, പുള്ളി അതിനൊരു നല്ലൊരു മറുപടി പറയും. അങ്ങനെ ഒരു നല്ല ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. പുള്ളിയുടെ ഓഫീസിൽ പോയി ഞങ്ങളെ കണ്ടു. പിറ്റേ ദിവസം ഡോക്യുമെൻറ്റ്സും പേപ്പറും എല്ലാം കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ വിളിച്ചു പുള്ളീനെ, ഇങ്ങനെ ചേട്ടാ ഞങ്ങൾ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ഞങ്ങൾക്ക് വിസയ്ക്ക് പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആകെ 3, 4, 5 ദിവസം അങ്ങാണ്ടുള്ളൂ. അന്നേരം പുള്ളീനെ വിളിച്ചു, പുള്ളി എടുക്കുന്നില്ല, കുറേ പ്രാവശ്യം വിളിച്ചിട്ടും എടുക്കുന്നില്ല, പിറ്റേ ദിവസം വിളിച്ചും എടുക്കുന്നില്ല. അപ്പോൾ എന്നെ മനസ്സിലായി ഞങ്ങൾ വിളിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരു പുതിയ ആ ടൈമിലേക്ക് മാത്രം ഒരു ഗസ്റ്റ് ലെക്ചറായിട്ട് വേറെ യൂണിവേഴ്സിറ്റിയിൽ ലെക്ചറായിരുന്നൊരു ആൾ ആ ടൈമിൽ മാത്രം വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, എനിക്ക് വേണ്ടിയിട്ടൊരു വിസ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ IT കമ്പനിയുണ്ട്, അദ്ദേഹത്തിൻ്റെ IT കമ്പനിയിലൊരു വിസ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചിരുന്നു, ഞാൻ അദ്ദേഹത്തോട് പറയാം നിൻ്റെ കാര്യം ഇങ്ങനെയാണ് കാര്യം, അപ്പോൾ അദ്ദേഹത്തെ സമ്മതിക്കുവാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്, സമ്മതിക്കുവാണെങ്കിൽ ആ വിസ നിനക്ക് കിട്ടും, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സംസാരിച്ചു, ഞങ്ങൾ വിളിച്ചു, ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പിറ്റേ ദിവസം രാത്രി ഞങ്ങൾ ചെന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള COS അവിടെ ഇരുന്ന് തന്നെ അദ്ദേഹം എടുത്തു തന്നു. നാളെ തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം. അത് ഞങ്ങളുടെ വിസ കഴിയാൻ 2 ദിവസം മുമ്പ് ആണ് ഞങ്ങൾ ആ വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. അങ്ങനെ വലിയൊരു അനുഗ്രഹം മാതാവ് തന്നിരുന്നു. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഇത് അനുഗ്രഹം കിട്ടുന്നതിന് മുമ്പ് മമ്മി ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ മമ്മിയോട് തലയെ തട്ടിയിട്ട് അങ്ങ് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു മോൾക്ക് വിസ കിട്ടും, മോളോട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. മാതാവിൻ്റെ ഒരു ലോക്കറ്റും കൊടുത്തു. അത് ഞങ്ങൾക്ക് മമ്മിയോട് എത്തിച്ചു തന്നു. അത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. വലിയൊരു അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് അവിടെ നിൽക്കാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം സാധിച്ചൊരു കാര്യമാണ്. പിന്നെ അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയതിന് ശേഷം ഞങ്ങളുടെ മോൾക്ക് ഒരനുഗ്രഹം കിട്ടി. മോൾക്ക് വലിയൊരു അനുഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾ ഇയർ 1 പഠിക്കുമ്പോൾ ഒരു 3 മാസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാർക്കെല്ലാം അവിടെ ഒരു റോൾ മോഡൽ പദവി കൊടുക്കുന്ന ഒരിതുണ്ട്. അവരുടെ ആക്ടിവിറ്റിയും അവരുടെ പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റോൾ മോഡൽ കൊടുക്കും. അപ്പോൾ എൻ്റെ മോളെൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ കിട്ടുന്നില്ല, 2-3 മാസമായിട്ട് എനിക്ക് കിട്ടുന്നില്ല, കൂട്ടുകാർക്കൊക്കെ ലഭിച്ചു, എനിക്ക് ഭയങ്കര വിഷമമാണത് കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ, ഇപ്പോൾ ഈ അമ്മയും പ്രാർത്ഥിക്കുമ്പോൾ കൂടെ നിന്നിട്ട് പ്രാർത്ഥിക്ക്. മോളൊന്ന് മുട്ടിൽ നിന്ന് അന്ന് രാത്രി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ പോകുമ്പോൾ മോളുടെ നെറ്റിത്ത് എന്നും തൈലം പുരട്ടിയാണ് സ്കൂളിൽ വിടാറ്. അന്ന് ഞാൻ തൈലം പുരട്ടാനായിട്ട് മറന്നുപോയി. ഇവിടെ ഡ്യൂട്ടിക്ക് പോയി ഞാനാണ് കൊണ്ടുപോയാക്കുന്നത് രാവിലെ. അപ്പോൾ തൈലം പുരട്ടാൻ മറന്നുപോയി. എനിക്ക് തിരിച്ചു വന്ന് ഭയങ്കര വിഷമായിരുന്നു. മാതാവ് തൈലം ഉണ്ടെങ്കിൽ മാതാവ് കൂടെ ഉണ്ടെന്നൊരു വിശ്വാസമാണ്. അപ്പോൾ അന്ന് ചെയ്തില്ലല്ലോ, മാതാവ് കൂടെ ഇല്ലല്ലോ, എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ വൈകിട്ട് വിളിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് മോൾ ഇറങ്ങി വന്നത്. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ആ റോൾ മോഡലിൻ്റെ 3 മാസമായിട്ട് കൊച്ചു ശ്രമിച്ചിട്ട് കിട്ടാണ്ടിരുന്ന റോൾ മോഡലിൻ്റെ പേപ്പർ എന്നെ എടുത്ത് കാണിച്ചു. അതിനുശേഷം ആ 7 ദിവസം കൊണ്ട് എൻ്റെ മോൾക്ക് 3 റോൾ മോഡൽ അടുപ്പിച്ച് കിട്ടി. 3 മാസമായിട്ട് കിട്ടാണ്ടിരുന്ന 7 റോൾ മോഡൽ കിട്ടി. അതിനുശേഷം ആ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ
ആ സ്കൂളിൽ തന്നെ അവരുടെ ഇയർ 1 തന്നെ ഒരു ബെസ്റ്റ് സ്റ്റുഡൻസിൽ 3 പേർക്ക് അവാർഡ് കൊടുക്കും. അതിലേറ്റവും കൂടുതൽ റോൾ മോഡൽ കിട്ടിയ മോളായിട്ട് എൻ്റെ മോള് മാറി. അങ്ങനെ വലിയൊരു അനുഗ്രഹം എൻ്റെ മോൾക്ക് അമ്മ ചെയ്തു കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ ഉടമ്പടി അച്ഛൻ അവിടെ ഞങ്ങൾ ഉടമ്പടി എടുക്കണം, ഓൺലൈൻ ഉടമ്പടിയിലുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം മുതലേ. ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം, തീർത്ഥാടക ഉടമ്പടി ഇവിടെ വന്ന് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വരാനായിട്ട് സാധിച്ചില്ല. ഞങ്ങൾക്ക് വിസയ്ക്കായിട്ട് വലിയൊരു പൈസ, വിസ ഫീസായിട്ട് വലിയൊരു പൈസ ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ട വന്നാലും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വരാനുള്ള സാഹചര്യം പെട്ടെന്ന് ഞങ്ങൾക്ക് ലഭിച്ചില്ല. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഉടമ്പടി എടുക്കും, എന്ത് ചെയ്യും, ഒരു തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത് വളരെ എളുപ്പത്തിൽ വരാലോ, വിസ കിട്ടിക്കഴിഞ്ഞാൽ വരാലോ, ഇവിടെ വന്നൊരു ഉടമ്പടി എടുക്കാലോ, അത് വലിയൊരു കാര്യമല്ലല്ലോ എന്നോർത്തെ. പക്ഷേ എനിക്ക് മനസ്സിലായി നമുക്കത് സാധിക്കണില്ല, അതൊരു വലിയ കാര്യം തന്നെയാണ് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന് എന്നെനിക്ക് മനസ്സിലായി. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ ഇവിടെ എങ്ങാനും അച്ഛൻ വരുവാണെങ്കിൽ ഒരു ഉടമ്പടി എടുക്കാലോ, മാതാവായിട്ട് വരുവാണെങ്കിൽ ഞങ്ങൾക്കൊരു ഉടമ്പടി എടുക്കാലോ എന്നങ്ങ് ഇത് ചെയ്തു. ഞാനിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. അത് ആഗ്രഹിച്ച് കുറച്ച് 1 മാസം എടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ എൻ്റെ ഫാദറിൻ്റെ അനിയൻ അവിടെയുണ്ട്. അപ്പോൾ ചാച്ചനെ വിളിച്ചപ്പോൾ അവരെല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ചാച്ചൻ പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ വരുന്നുണ്ടല്ലോ, നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ അടുത്ത ആഴ്ച അച്ഛൻ വരുന്നുണ്ട്, അവിടെ ഞങ്ങൾ അത് അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ആൽസ്ബറി പോയി. അച്ഛൻ വന്നു, അച്ഛനും വിജയകുമാർ സാറും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കങ്ങനെ വലിയൊരു അനുഗ്രഹമായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഉടമ്പടി എടുക്കണം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇവിടെ വരാതെ തന്നെ മാതാവ് അങ്ങോട്ട് വന്നു നമുക്ക് ഉടമ്പടി എടുത്ത് തന്നു എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അച്ഛൻ അതുപോലെ തന്നെ അവിടെ വന്ന് അങ്ങനെ തന്നെ പറഞ്ഞു, മാതാവ് നിങ്ങളെ തേടി ഇങ്ങോട്ട് വന്നതാണ്, നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് അങ്ങനെ വലിയൊരു അനുഗ്രഹം കിട്ടി. ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ നല്ല പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു അന്നേരം. അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഒരു 12:30 ആവും, 12:30 സമയമാവും. 12:30 ഞാൻ വന്നൊരു കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോൾ ഒരു 3 മണി 3:30 ആവും. ഞാൻ യാക്കോബായ സമുദായത്തിൽപ്പെട്ട ആളാണ്, അപ്പോൾ യാക്കോബായ സഭയിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥന വൈകുന്നേരം പോകുന്നതിന് എനിക്ക് സന്ധ്യാപ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത കാരണം ഞാൻ 12 മണിക്ക് വന്നിട്ടാണ് ഈ സന്ധ്യാപ്രാർത്ഥനയും കിടക്കുന്നതിന് മുമ്പ് 2 മണി 3 മണി ആവുന്ന കാരണം പ്രഭാത പ്രാർത്ഥനയും കൂടെ പ്രാർത്ഥിക്കും. അതിനു മുമ്പ് ഇവിടുത്തെ കൃപാസനം പ്രാർത്ഥനയും പ്രാർത്ഥിക്കും. അതെല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കണേ. അപ്പോൾ കിടക്കുമ്പോൾ ഒരു 3:30 ആവും. അപ്പോൾ 3:30 ആകുമ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം അങ്ങനെ രാത്രി കിടന്നു ഒരു 5 മണി സമയമായി. 3:30 കടന്നത് ഞാൻ, ഒരു 5 മണി 5:15 സമയമായി. അപ്പം ഞാൻ രാത്രി വരുന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന ഹോളിൽ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്, അവിടെയാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഇവർ അപ്പുറത്തെ മുറിയിൽ ബെഡ്റൂമിൽ കിടന്നുറങ്ങും. അപ്പോൾ ഇവരെ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് അവിടെ കിടന്നുറങ്ങും. അപ്പോൾ കിടന്നുറങ്ങി ഒരു 5:15 ആയപ്പോൾ വാതിൽ തുറക്കുന്നൊരു ഞെരിയുന്നൊരു സൗണ്ട് കേട്ട് ഞാൻ ചെരിഞ്ഞ് കിടക്കും. കണ്ണ് തുറന്ന് എഴുന്നേറ്റ് ഞാനിങ്ങനെ തല തിരിച്ച് നോക്കുമ്പോൾ എൻ്റെ പുറകിലൂടെ ഒരു നിഴലിങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാനത് എന്താണെന്ന് ഓർത്ത് പെട്ടെന്ന് പാസ് ചെയ്തു പോയി. ഞാൻ പെട്ടെന്ന് പേടിച്ചു, എന്താ നിഴലെന്ന് ഓർത്ത് പെട്ടെന്ന് ഓടിച്ചു. പിന്നെ ഞാൻ ഓർത്ത് ഇവിടെ 5:30 പ്രാർത്ഥിക്കാനെന്ന് എഴുന്നേക്കും. അപ്പോൾ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റതാണ് ഞാനിങ്ങനെ ഓർത്തു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ആ നിഴലിൽ പുറകിലേക്ക് തിരിച്ച് ഞാൻ വീണ്ടും പഴയ രീതിക്കിലേക്ക് തിരിച്ച് വന്ന പകുതിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ചെരിഞ്ഞിങ്ങനെ കിടക്കും. അപ്പോൾ എൻ്റെ മുട്ടിൻ്റെ അവിടെ ഇങ്ങനെ കൈ വിരിച്ചിട്ട് ബ്രൗൺ നിറത്തിലുള്ള കുപ്പായം ഇട്ടിരിക്കുന്നത്, സെൻറ്റ് ആൻ്റണിയുടെയൊക്കെ ആ ഇടുന്ന കുപ്പായം പോലത്തെ കുപ്പായമാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ നോക്കി കൈ വിരിച്ചിങ്ങനെ നിൽക്കുക. മാതാവിൻ്റെ രൂപം മാതാവാണത്, മാതാവിൻ്റെ രൂപം. അപ്പോൾ എനിക്ക് ഫേസിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഫേസ് അത്ര ക്ലിയർ ആവുന്നില്ല. ഞാനിങ്ങനെ നോക്കി, ഞാൻ കാണുന്നത് സ്വപ്നമാണോ അതോ യഥാർത്ഥത്തിലുള്ള കാര്യമാണോ എന്നിങ്ങനെ ഞാനിങ്ങനെ നോക്കി. ഞാൻ വീണ്ടും ഉറപ്പിച്ചു അത് സ്വപ്നമല്ല, ഞാൻ യഥാർത്ഥത്തിൽ കാണുവാന്ന്. ഒരു 10-15 സെക്കൻഡ് മാതാവ് എൻ്റെ മുട്ടിൻ്റെ അടുത്തിങ്ങനെ വന്നു. നമ്മളിങ്ങനെ ആരെങ്കിലും നമ്മളെ ഒരു ഉപദ്രവിക്കാനൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ ഒരാൾ നമ്മളെ സംരക്ഷിക്കാൻ വന്നിങ്ങനെ നിൽക്കില്ലേ, ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും പോലെ എൻ്റെ മുട്ടിൻ്റെ അടുത്ത് എൻ്റെ കൈകൊണ്ട് തൊടാവുന്ന അകലത്തിൽ ഇങ്ങനെ മാതാവ് എൻ്റെ മുട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 15 മിനിറ്റോളം ഞാനിങ്ങനെ നോക്കി നിന്നു. അതിനുശേഷം മാതാവ് പതുക്കെ മൂവ് ചെയ്തിട്ട് എൻ്റെ തലയുടെ അവിടെ വന്നിട്ട് മേപ്പോട്ട് പൊങ്ങി ഇങ്ങനെ നമ്മൾ സിനിമയിലെ കാണും പോലെ എനിക്കതങ്ങനെ തോന്നി. സിനിമയിലെ കാണുമ്പോൾ അതേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ മേലെ ഇങ്ങനെ പൊങ്ങി നിന്ന് ഞാൻ തലതിരിച്ചിങ്ങനെ നോക്കി മേലേക്ക് നോക്കി. എനിക്കൊന്നും മിണ്ടാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റും. ഞാനിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു 25-30-35 സെക്കൻഡോളം, 1 മിനിറ്റ് താഴെ മാതാവ് അങ്ങനെ നിന്നു. ഞാനിങ്ങനെ നോക്കി. അത് കഴിഞ്ഞ് മാതാവ് പെട്ടെന്ന് അങ്ങോട്ടങ്ങ് പോയി. പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് കറങ്ങി അങ്ങ് പോകുമ്പോൾ എനിക്ക് തോന്നി. ആ പോയി കഴിഞ്ഞ് ഞാൻ തലതിരിച്ച് ഇതെന്താ നടന്നതെന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് വൈഫ് ഇങ്ങനെ റൂം തുറന്ന് കയറി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു,
മാതാവ് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങ് പോയുള്ളൂ, നീ കണ്ടോയെന്ന് ചോദിച്ചു. അവ പറഞ്ഞു ഇല്ല, ഞാൻ കണ്ടില്ല, ഞാനിപ്പോൾ വന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായത് മാതാവ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വപ്നമൊന്നുമല്ല, ശരിക്കും മാതാവിനെ കാണാൻ കഴിഞ്ഞു. ഈ ഉടമ്പടി എടുത്തിട്ട് ഇത്രയും കാലം എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ മമ്മിയുടെ കൂടെ ഈ മാതാവിൻ്റെ വല്ലാർപാടം പള്ളിയിലും കലൂർ സെൻറ്റ് ആൻ്റണിയുടെ പള്ളിയിലും ചൊവ്വാഴ്ച ദിവസം പോയി പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ പാലമൊക്കെ പണിത് കഴിഞ്ഞപ്പോൾ എല്ലാ ആഴ്ചകളിലും ഞാൻ പോകും. ബൈക്കുള്ളവന് എല്ലാ ആഴ്ചയിലും ബൈക്കിൽ പോയി വല്ലാർപാടം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, മാതാവിനോട് പ്രാർത്ഥിക്കും. അതിനുശേഷം കലൂർ വരെ എല്ലാ ആഴ്ചയും പോകും. അപ്പോൾ എല്ലായിടത്തും പോയെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. ശരിക്കും കൃപാസനം മാതാവാണ് വന്നത്, കൈവിരിച്ചിരിക്കുന്ന മാതാവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കൈവിരിച്ച് നിൽക്കുന്ന മാതാവിനെ ഇതേവരെ കണ്ടിട്ടില്ല. ഞാൻ കൈകൂപ്പി നിൽക്കുന്ന മാതാവ്, ഉണ്ണീശോനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന മാതാവ്, അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടാവും, ഞാനത് നോട്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ TV യിൽ പ്രാർത്ഥന വയ്ക്കും, അത് നോക്കും, അതിൻ്റെ ഒപ്പം നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ മാതാവിൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ ഇവിടുത്തെ ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഈ കൃപാസനത്തിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കാണിക്കും നമ്മളെ. അതിങ്ങനെ കാണിച്ച് ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക ചെയ്യാറ്. അതിങ്ങനെ കാണിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ മുമ്പിൽ മാതാവ് കൈവിരിച്ചിരിക്കുന്ന അതിങ്ങനെ മാതാവ് കൈവിരിച്ചിരിക്കുന്ന ആദ്യമായിട്ട് ഞാൻ കാണുന്നത്, ഇതിൻ്റെ മുമ്പിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ വൈഫിനോട് പറഞ്ഞു, അത് വന്നത് കൃപാസന മാതാവ്, നീ ഇത് കണ്ടോ, ഇപ്പോഴാണ് എനിക്കിത് മനസ്സിലായെന്ന് പറഞ്ഞു. അതിന് മുമ്പ് 2 ദിവസം മുമ്പ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു ഇടവഴിയിലൂടെ ഞാനിങ്ങനെ ഒരു ഇടവഴി കൂടെ പോയിട്ട് വേണം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് കൈക്കും കാലിനൊക്കെ ഈ അവിടുത്തെ തണുപ്പക്കാരനും ചെറിയ വേനയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കൈയൊക്കെ ഒന്ന് തിരുമ്മിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ കൈയുടെയും കാലിൻ്റെയൊക്കെ വേദനയൊന്നും മാറ്റി തന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഞാൻ ഉടമ്പടിയൊക്കെ എടുത്താണല്ലോ, പ്രാർത്ഥിക്കണമാണല്ലോ, ഒന്ന് മാറ്റി തരണേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ സൈഡ് തിരിഞ്ഞ് നോക്കുന്നത് മാതാവിൻ്റെ ഒരു രൂപത്തിലേക്കാണ്. അതായത് ജനലൊക്കെ അവിടെ അങ്ങനെ ഒരു ജനലൊക്കെ ഒരു മാതാവിൻ്റെ രൂപം എങ്ങും കാണാൻ കഴിയില്ല. പള്ളിയിലല്ലാതെ പുറത്തേക്ക് വെച്ചൊരു മാതാവിൻ്റെ രൂപം UK കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു അത്ഭുതമാണ്, കാണാനേ ഇല്ല. അപ്പം ഞാനത് കഴിഞ്ഞ് അവിടെ ജോലി സ്ഥലത്ത് ചെന്നിട്ട് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഒരു സിഖുകാരൻ ഒരു പയ്യനാണ്, അവനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നിന്നെ ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാമെന്ന്, രാത്രി ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിന്നെ കാണിച്ചു തരാം. ഞങ്ങൾ നടന്നിറങ്ങി വീണ്ടും തിരിച്ചു വന്നു. ഞങ്ങൾ ആ ഇടവഴിയിൽ ഒരു 10-15 മിനിറ്റ് എല്ലാ ജനൽ വഴിയും ഞങ്ങൾ നോക്കി, ഒരു ജനലിലും ഞങ്ങൾക്ക് ആ രൂപം കാണാൻ പറ്റണില്ല. അപ്പം ഞാൻ അവനോട് പറഞ്ഞല്ലോ, ഇങ്ങനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു വിഷമമായി, എന്ത് ചെയ്യും. അപ്പം ഞാൻ വീണ്ടും ഒന്നോടെ തിരിച്ചു പോയിട്ട് അറ്റത്ത് നിന്ന് ഞാൻ പറയും, മാതാവ് മുമ്പിൽ വന്നതാണെങ്കിൽ ഇനി നോക്കുമ്പോൾ മാതാവിനെ കാണണമെന്ന് ഇങ്ങനെ മനസ്സിൽ ഭയങ്കരമായിട്ടങ്ങ് ആശിച്ച് ഞാനങ്ങ് തിരിഞ്ഞു ചെന്ന് ഒരു ജനലിലേക്ക് നോക്കുമ്പോൾ ആ രൂപം അങ്ങനെ തന്നെ, മാതാവിൻ്റെ രൂപം അങ്ങനെ തന്നെ അവിടെയുണ്ട്. ഞാൻ അവനെ വിളിച്ച് കാണിച്ചു കൊടുത്തു, ഇതാണ് ഞാൻ കണ്ട രൂപം, ഇത്രയും നേരം നോക്കിയിട്ട് കണ്ടില്ലെങ്കിലും മാതാവ് അവസാനം കണ്ടു എന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. എങ്ങനെ ഞങ്ങൾ ഒത്തിരി നേരം 15 മിനിറ്റോളം ഞങ്ങൾ എല്ലാ ജനലിലേക്കൂടെ നോക്കിയിട്ടും കാണാത്തൊരു രൂപം എങ്ങനെ ഇവിടെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എന്ന് എനിക്കൊരു പിടുത്തവും എനിക്ക് കിട്ടിയില്ല. ഇതൊന്നും ചുമ്മാതെ ഒന്നും സംഭവിക്കുന്ന ഒന്നല്ലാന്നും മാതാവ് ശരിക്കും നമ്മുടെ മുമ്പിൽ മാതാവിൻ്റെ ആ ഒരു പ്രത്യക്ഷീകരണം കാണിക്കുന്നതാണെന്നുള്ള കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. അങ്ങനെ വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം അവിടെയൊക്കെ ഹോംലെസ് ആയിട്ടുള്ള പീപ്പിളുണ്ട്. നമ്മുടെ പോകുമ്പോൾ കടകളുടെ മുമ്പിലൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചില സമയത്ത് അവർക്ക് അകത്ത് കയറിയിട്ട് ഇപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ അടുത്ത് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കടകളുണ്ടെങ്കിൽ നമുക്ക് മേടിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ അവർക്കുള്ളൊരു ഫുഡോടെ മേടിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. അതുകൂടാണ്ട് തന്നെ ഞാൻ മമ്മിയുടെ ഇങ്ങോട്ട് നാട്ടിലേക്ക് പൈസ ആർക്കെങ്കിലും ആ പൈസ എല്ലാ മാസവും ഞങ്ങൾ കുറച്ച് നാൾ അയക്കുമായിരുന്നു. പിന്നെ സാമ്പത്തികമായിട്ട് ഇത്തിരി ഞെരുക്കം വന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ അയക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങൾ പത്രം വരുത്തിച്ച് അവിടെ കൊടുക്കുമായിരുന്നു. ഒരു പള്ളിയിലും ഞങ്ങൾ കാണുന്ന അവിടുത്തെ സിറ്റിസൺസിനൊക്കെ, അവിടുത്തെ ആൾക്കാരൊക്കെ യൂറോപ്യൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. അവർ വലിയ കാര്യത്തോടെ തന്നെ മേടിച്ച് അവർക്ക് ഞങ്ങളറിയാവുന്ന രീതിക്ക് ഞങ്ങളത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ അച്ഛൻ വന്നപ്പോൾ പത്രം കിട്ടി, അത് ഞങ്ങൾ അവിടെയുള്ള ആളുകൾക്ക് കൊടുത്തു. പിന്നെ എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും സംസാരിച്ചൊക്കെ നിൽക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ അപ്പം തന്നെ പറയും, ഒരു ഉടമ്പടി എടുക്കുക, ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കുക, മാതാവ് ശരിയാക്കി തരും. അപ്പോൾ എല്ലാവരോടും പറയും. അപ്പം നമ്മൾക്ക് പറയാവുന്ന രീതിക്ക് നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം അവരോട് വിശദീകരിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളെല്ലാം ഈ സ്റ്റാറ്റസായിട്ടും നമ്മുടെ വാട്സപ്പിൽ ഫ്രണ്ട്സായിട്ടുള്ള എല്ലാവർക്കും തന്നെ പലരും പറയാറുണ്ട്, അയക്കരുത്,
എന്തിനാ അയക്കുന്നത്, നമുക്ക് വിശ്വാസം മതി, എന്തിനാ ഇങ്ങനെ അയക്കുന്നതെന്നൊക്കെ ചോദിക്കാം. ഞാനതൊന്നും കാര്യമാക്കാറൊന്നുമില്ല, ഞാൻ വീണ്ടും അയക്കും. അവരെന്നോടൊന്നും പറയാറൊന്നുമില്ല. പിന്നെ അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്യാറ്. പിന്നെ എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ പള്ളിയിൽ പോകാറുള്ളൂ. ഞായറാഴ്ച ദിവസം അവിടെ ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോവും. അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്തത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇനിയും ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ നടത്താണ്ട് അത് അമ്മ നടത്തി തരുമെന്ന ഉറച്ച വിശ്വാസവും ഇത് ഞങ്ങൾക്കുണ്ട്. എങ്കിലും നമ്മൾ അമ്മയെ കാണുന്നതിന് മുമ്പ് ഒരു വിശ്വാസമായിരുന്നു അത്. പക്ഷേ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ അതാണ് സത്യം എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ട്. കാരണം അത് നമ്മളെ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസവും സത്യം രണ്ടും രണ്ടാണല്ലോ. നമുക്ക് സത്യമാണെന്നുള്ള കാര്യം നമുക്കത് നമ്മുടെ മനസ്സിലുണ്ട്. വിശ്വാസത്തേക്കാളുപരി സത്യമാണല്ലോ അതിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ വലിയൊരു അനുഗ്രഹം, വലിയൊരു തിരിച്ചറിവ്, എന്ത് കാര്യമാണെങ്കിലും എന്തിനാണെങ്കിലും വലിയൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക് തന്നു. അതുകൂടാണ്ട് വലിയൊരു അനുഗ്രഹം ലഭിച്ചത് ഞങ്ങൾ അവിടെ വന്നപ്പോൾ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ 6 നിയോഗങ്ങൾ എഴുതാന്നതിൽ വൈഫ് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ IT ജോബിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വൈഫിന് പഠിപ്പിക്കുന്നതാണ് താല്പര്യം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു കുറച്ച് നേരത്തേക്ക് ഒരു പാർട്ട് ടൈം ജോലി അവൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലെന്ന് വൈഫിനൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ നിയോഗം എഴുതി വെച്ചു. അപ്പോൾ ഞങ്ങളുടെ നിയോഗം എഴുതി അടുത്ത ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 മാസം 1 മാസം എടുത്തില്ല. ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ളൊരു ഏജൻസിയിൽ നിന്ന് ഞങ്ങൾ അപ്ലൈ ചെയ്യാറൊക്കെ ഉണ്ട് ഇങ്ങനെ കിട്ടാനായിട്ട്, പക്ഷെ ഒന്നും വിളിക്കാറൊന്നുമില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോലും അറിയില്ല, വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കോളേജിൽ പഠിപ്പിക്കാൻ ഒരു വേക്കൻസി ഉണ്ട് ഇത്ര സമയത്തേക്ക്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ, ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇന്ന സമയത്ത് കഴിയും, ഇന്ന സമയത്താണ് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഓക്കെ, ആ സമയത്ത് തന്നെ പഠിപ്പിക്കാം. അങ്ങനെ വലിയൊരു അനുഗ്രഹം. ആ ഒരു ഇതോടുകൂടി, ആ ഒരു പഠിപ്പിക്കാനുള്ള ഇതോടുകൂടി മാതാവ് ഒരു ചെറിയൊരു പാർട്ട് ടൈം ഒരു 10 മണിക്കൂർ അങ്ങനെ ഒരു സമയത്തേക്ക് അവൾക്കത് സൗകര്യം ചെയ്തു കൊടുത്തു. ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പഠിപ്പിക്കുന്ന ഒരു ഫീൽഡ് മാറിപ്പോകുന്നതിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ മാതാവ് അതും അനുഗ്രഹിച്ച് തന്നു. അങ്ങനെ ഒത്തിരിയധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്ന. അതുകൂടാണ്ട് മോൾക്ക് ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് അതിഭയങ്കരമായ പനി വന്നു. പനി സാധാരണ വരാറില്ലാത്തതാണ്, വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ യൂറിൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൂടുതലുണ്ട് എന്നിങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കതൊരു എന്താണെന്നറിയില്ല. അപ്പോൾ ഡോക്ടറിന് വേറെ കുഴപ്പമൊന്നുമില്ല, പിള്ളേരിലുള്ളതാണ്, പനിയൊക്കെ വരുമ്പോൾ ഉള്ളതാണെങ്കിലും നമുക്കൊരു 2 ആഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് 1 ആഴ്ച കഴിയും. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ഞങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞു നിങ്ങൾക്കിങ്ങനെ ഫെബ്രുവരി 26-ാം തീയതി അപ്പോയിൻമെൻറ്റ് ഡോക്ടർ വിളിക്കും, അതിൻ്റെ റിസൾട്ട് പറയാനായിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവർ നേരിട്ട് അടുത്ത ടെസ്റ്റ് എന്തെങ്കിലും ചെയ്യാനേ പറയുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ 26-ാം തീയതി ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വരുവുള്ളൂ. അപ്പോൾ പറഞ്ഞു ഓക്കെ, മാർച്ച് 5-ലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞു എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ നേരെ നമ്മളെ വിളിച്ച് അടുത്ത ടെസ്റ്റ് നടത്താൻ പറയുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ പറയില്ല. എങ്കിലും ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടുത്തെ എല്ലാം ചെക്ക് ചെയ്തു, ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലാണ്. കൊച്ചിന് അങ്ങനെ വേറെ ഇതിൻ്റെയൊക്കെ കുഴപ്പങ്ങളോ പനിയുടേതായ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ വലിയൊരു അനുഗ്രഹം. അത് മാതാവിനോട് ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു ഇതില്ല, മാതാവിൻ്റെ തൈലം എന്നും വയറ്റത്ത് പരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എപ്പോഴും വൈഫ് പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ നീലാങ്കയിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ മാതാവ് എപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ മാതാവുണ്ട് എല്ലാ കാര്യത്തിനും. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ പെങ്ങൾ വിദേശത്താണ്. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് തന്നെ എൻ്റെ മകളെ അവൾ കണ്ടിട്ടില്ല, അതിൻ്റെ പെങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു, വരാൻ സാധിച്ചു. അതാണ് അത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. My name is Savena and Sijo. I got 3 role models in a row. First one is for being good at math. Second one is for being kind to others. And the third one is for helping others. I prayed to Mother Mary, and when she gave me the role model, thank you Jesus Christ and Mother Mary. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.
ഈ പുണ്യ അൾത്താരയിൽ വന്ന് നിൽക്കാൻ എനിക്ക് ധൈര്യം തന്നതിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. എൻ്റെ പേര് സിനു സെബാസ്റ്റ്യൻ. ഞാൻ എടത്തുവായിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2023 ഏപ്രിൽ 10 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ശാരീരികമായും മാനസികമായിട്ടുമൊക്കെ ഞാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു നിമിഷമായിരുന്നു. ഞാനൊരു അധ്യാപികയാണ്, ഒരു എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. ആ എയ്ഡഡ് സ്കൂളിലെ നിയമനങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. 2016 ഞാനൊരു ജോലിക്ക് പ്രവേശിച്ചതാണ്. പക്ഷേ എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സാകാതെ പല തടസ്സങ്ങളായിട്ട് അത് നീണ്ടു പോവുകയായിരുന്നു. അതിൻ്റെ ഇടെ 2 പ്രാവശ്യം എനിക്ക് ആ ജോലിയിൽ തന്നെ റിവേർഷൻ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് പല ഓഫീസുകളിലും ആ ഒരു അപ്പോയിൻമെൻറ്റ് അവർ എടുക്കാറില്ലായിരുന്നു. പല തടസ്സങ്ങൾ പറഞ്ഞ് അതിങ്ങനെ നീക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയം ഞാൻ വളരെയധികം വിഷമിച്ചു. ഒരു അധ്യാപികയാകാൻ വളരെയധികം ആഗ്രഹിച്ച ആളായിരുന്നു. പക്ഷേ അങ്ങനെ ആഗ്രഹിച്ചു വന്നിട്ടും അതിൽ ഒരു എൻ്റെ ആ അപ്പോയിൻമെൻറ്റൊക്കെ പാസ്സാകാതെ വന്നപ്പോൾ ഞാൻ ഒത്തിരി തളർന്നു പോയി. പക്ഷേ എൻ്റെ ആ അധ്യാപന ജീവിതത്തിൽ ഞാൻ ഒരിക്കലും എപ്പോഴും സത്യസന്ധമായിട്ട് തന്നെയാണ് പെരുമാറിയിരുന്നത്. ആ ഒരു വിശ്വാസം എന്നിലുണ്ടായിരുന്നു, എൻ്റെ ഇത് പാസ്സാകും എന്ന്. പക്ഷേ മനുഷ്യനായതുകൊണ്ട് ആ ബലഹീനതകൾ കൊണ്ട് നമ്മൾ ചിലപ്പോഴൊക്കെ അങ്ങ് തളർന്നു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് എൻ്റെ ഒരു കസിൻ വഴി അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ അറിഞ്ഞ് എനിക്കും കൃപാസനത്തിൽ വരണമെന്നും, കൃപാസനത്തെക്കുറിച്ചൊക്കെ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. എൻ്റെ വീട് ആലപ്പുഴയായിരുന്നു. പക്ഷേ ഞാൻ അപ്പോഴൊന്നും അങ്ങനെ കൃപാസനത്തിൽ വരാനൊന്നും ആഗ്രഹം കാണിച്ചിട്ടില്ല. കൃപാസന പത്രമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അത് മുഴുവനായിട്ട് വായിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും വായിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ പല പള്ളികളിൽ അങ്ങനെ പോകുന്ന ഒരു രീതിയില്ലായിരുന്നു. സ്വന്തം ഇടവക പള്ളിയിൽ ഞായറാഴ്ച മാത്രം കുർബാന കാണുന്ന ഒരു വിശ്വാസി മാത്രമായിരുന്നു. ഇങ്ങനെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ കുമ്പസാരിക്കാനും കുർബാനയിലൊന്നും പങ്കെടുക്കാനും ഒന്നും അത്ര താല്പര്യമൊന്നും ഇല്ലാതിരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഇവിടെ വരാൻ ഞാൻ പലപ്പോഴും പലരെയും കൂട്ടുപിടിച്ചു വരാനൊരുങ്ങി. പക്ഷേ അതൊന്നും നടന്നില്ല. കൂട്ടുകൂടി വരാനായിട്ട് എനിക്ക് പറ്റിയില്ല. അമ്മ മാതാവ് ഞാൻ തന്നെ ഇവിടെ കണ്ടെത്തി വരണമെന്നാണ് ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ എനിക്ക് തന്നെ ഇവിടെ ഞാൻ തന്നെ കണ്ടെത്തി ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ജീവിതത്തിൽ എന്തോ ഒരു പുതിയ ഒരു ശക്തി, ഒരു ധൈര്യമൊക്കെ ലഭിച്ചതുപോലെ എൻ്റെ കാര്യത്തിന് ഒക്കെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുമൊക്കെ ഉള്ളൊരു വിശ്വാസം എനിക്ക് ലഭിച്ചു. ഞാൻ പിന്നീട് ഈ ഓഫീസുകളിലൊക്കെ പോകുമ്പോൾ വിശുദ്ധ ഉപ്പുമൊക്കെ വിതറി അവിടെയുള്ള ഓഫീസിലുള്ള ആളുകൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ എൻ്റെ അപ്പോയിൻമെൻറ്റ് ഞാൻ ഒത്തിരി നടന്നതാണ്. നടന്ന് മടുത്തു. അതുപോലെ ഭയങ്കരമായിട്ട് നാണക്കേട്, പിന്നെ പോകാനൊക്കെ മടിയൊക്കെ ഉണ്ടായ അവസ്ഥയായിരുന്നു. അങ്ങനെ പിന്നീട് ചെല്ലുമ്പോഴൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ 2024 ആയപ്പോഴത്തേക്കും എൻ്റെ അപ്പോയിൻമെൻറ്റൊക്കെ പാസ്സായി. എനിക്ക് ഹൈസ്കൂളിലേക്ക് പ്രൊമോഷൻ ലഭിച്ചു. ഹൈസ്കൂളിലെയും അപ്പോയിൻമെൻറ്റ് പാസ്സായി. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഒരു സ്ഥലം, ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് വീട് വെക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്തിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി സ്ഥലമൊക്കെ കാണാൻ പോയി. പക്ഷേ സ്ഥലം കാണാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു, പള്ളിയൊക്കെ അടുത്തുള്ള ഒരു സ്ഥലം കിട്ടണമെന്ന്. ഞാനിപ്പം തിരിച്ചു വന്നിട്ടേ ഉള്ളൂ, കുർബാനയ്ക്ക് പോകാനും കുമ്പസാരിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ അത് നിന്ന് പോകരുത് എന്നുള്ളൊരു ആഗ്രഹത്തിൽ അങ്ങനെ ദൂരെയൊക്കെ ആവുന്നതുകൊണ്ട് അങ്ങനെ പോകാതിരിക്കാൻ ഒരു അവസരം ഇല്ലാതിരിക്കണം എന്നൊക്കെ ഓർത്തുകൊണ്ട് പള്ളിയൊക്കെ ഉള്ള ഒരു സ്ഥലം വേണമെന്നിങ്ങനെ ആഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെ സ്ഥലം തപ്പി നടന്നു. പക്ഷേ അങ്ങനെ സ്ഥലം നമുക്ക് യോജിച്ച രീതിയിലും നമ്മുടെ ബഡ്ജറ്റിനൊത്തുള്ള സ്ഥലങ്ങളൊന്നും കിട്ടിയില്ല. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഒരു ബ്രോക്കർ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു വീട് കാണിക്കാനായിട്ട് വിളിച്ചു. അപ്പം എനിക്ക് താല്പര്യമില്ലായിരുന്നു, ഒരു വീടായിട്ട് വാങ്ങിക്കാൻ താല്പര്യമില്ല. നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിനൊരു വീട് പണിയണമെന്നൊക്കെ ഉള്ളൊരാഗ്രഹമായിരുന്നു. അപ്പം ഹസ്ബൻഡ് പോയി കണ്ടിട്ട് പറഞ്ഞു, ഒരു വീടാണ്, കുഴപ്പമില്ല, ഒന്ന് വന്ന് നോക്കെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല. എന്നാലും പുള്ളി പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങ് പോയി കണ്ടു. അപ്പം തന്നെ ഞാൻ എൻ്റെ കയ്യിൽ വിശുദ്ധ ഉപ്പും
അതുപോലെ കാശുരൂപമൊക്കെ എടുത്തിരുന്നു. അങ്ങനെ ആ വീട് ചെന്ന് കണ്ടു. വീട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. കുറച്ച് പഴയ വീടാണെങ്കിലും അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആ വിശുദ്ധ ഉപ്പും ആ കാശുരൂപവും ആ വീടിൻ്റെ അവിടെ ഇട്ട് പ്രാർത്ഥിച്ചു. ഇത് ഞങ്ങൾക്ക് ലഭിക്കേണ്ടതാണെങ്കിൽ, ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ മാത്രം ഇത് തന്നാൽ മതിയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവ അനുഗ്രഹം ആണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുവാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു നല്ല, എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ള ഒരു സ്ഥലത്ത്, വെള്ളവും എല്ലാം ഉള്ള ഒരു സ്ഥലത്ത് ഒരു വീടും 10 സെൻറ്റ് സ്ഥലവും കൂടെ വാങ്ങിക്കാനായിട്ട് സാധിച്ചു. സാമ്പത്തികമായിട്ടാണേലും നമ്മുടെ കയ്യിൽ അധികം പൈസയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, ആ 2 ആഴ്ച കൊണ്ട് എല്ലാം ക്രമീകരിച്ചു. ദൈവം തന്നു. ദൈവത്തിന് നന്ദി. അതുപോലെ തന്നെ വളരെ കുഞ്ഞിലേ തൊട്ട്, സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ഒരു സ്ഥലത്ത് ചെറിയൊരു ദൂരം പോലും സഞ്ചരിച്ചാൽ ഭയങ്കര തലവേദന. ചില സ്പ്രേകളും അതുപോലെ തന്നെ പൗഡർ, അതിൻ്റെയൊക്കെ മണം അടിച്ചാൽ തന്നെ തലവേദന. പിന്നെ പൊങ്ങാൻ പറ്റത്തില്ല, വെട്ടം കാണാൻ പറ്റത്തില്ല, ഒച്ച കേൾക്കാൻ പറ്റാത്ത ഭയങ്കര ദേഷ്യവും അരിശും ഒക്കെ ആയിട്ട് അങ്ങനെ ആയിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. നിയോഗത്തിൽ അത് വെച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു. വിശുദ്ധ തൈലവും ഉപ്പും തേനും ഒക്കെ ദിവസവും അത് ഉപയോഗിക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾക്കും അത് കൊടുക്കാൻ തുടങ്ങി. അത് എപ്പോഴാണ് അത് പോയതെന്നൊന്നും അറിയത്തില്ല. കുറേ കഴിയുമ്പം അത് ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. എങ്ങും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെയില്ല. 5 വർഷമായിട്ട് ഞാനൊരു 3/4 മണിക്കൂർ വണ്ടി ഓടിച്ചു പോകുന്ന സ്ഥലമാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇപ്പം വളരെ തലവേദനയൊന്നും വരാറില്ല അങ്ങനെ. അതുപോലെ തന്നെ കൂടുതൽ വിശ്വാസ ജീവിതത്തിലേക്ക് വരാനായിട്ട് സാധിച്ചു. കൊന്ത ചെല്ലാൻ എനിക്ക് ഭയങ്കര മടിയുള്ള ആളായിരുന്നു. സന്ധ്യാപ്രാർത്ഥനയിൽ ഒരു രഹസ്യം ചൊല്ലും, ബാക്കി മറ്റുള്ളവരാണല്ലോ ചെല്ലുന്നത്. പക്ഷേ ഇപ്പം മിക്കവാറുമൊക്കെ സ്കൂളിൽ പോകുന്ന വഴിയും വരുന്ന വഴിയും ഒക്കെ കൊന്ത ചൊല്ലിക്കൊണ്ട് പോകുക. അപ്പോൾ അങ്ങനെ നമ്മുടെ സമയം പോകുന്നതും അറിയത്തില്ല. നമുക്ക് കൊന്ത ചെല്ലാനായിട്ടും സാധിക്കുന്നുണ്ട്. അതിനുള്ള ഒരാഗ്രഹം ഉണ്ടാകുന്നുണ്ട്. അത് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെ കരുതുന്നു. അതുപോലെ കുമ്പസാരിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ആ കുമ്പസാരം എന്ന ആ ശുശ്രൂഷയും 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയ്ക്കുള്ളിലൊക്കെ ചെയ്യാനായിട്ട് മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രേരണ എപ്പോഴും തോന്നാറുണ്ട്. മറ്റുള്ളവരോട് പെരുമാറുന്നതിലും മറ്റുള്ളവർ സഹായം ചോദിച്ചാൽ ആദ്യമൊക്കെ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അവരുടെ ആവശ്യം അനുസരിച്ച് അറിഞ്ഞ് സഹായിക്കാനായിട്ട് ഒക്കെ പറ്റുന്നുണ്ട്. അതുപോലെ പാവപ്പെട്ട പ്രായം ചെന്ന അമ്മച്ചിമാർ താമസിക്കുന്ന ആ വൃദ്ധാലയങ്ങളിലും അതുപോലെ മാനസികമായി ബുദ്ധിമുട്ടുള്ളവരുടെയൊക്കെ ആ ആലയങ്ങളിലൊക്കെ പോയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനും സാമ്പത്തികമായിട്ടും ഒക്കെ സഹായിക്കാനും ഇപ്പം കൊടുക്കുന്നതിൽ എനിക്ക് കുറഞ്ഞു പോകുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഇപ്പം തോന്നാറില്ല. മറ്റത് നമുക്കൊട്ടും തികയത്തില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്തോറും നമുക്ക് ലഭിക്കുമെന്ന് നമ്മുടെ പല അനുഭവങ്ങളിലൂടെയും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് ദൈവം ചെയ്തു തന്ന എല്ലാ വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ കൂട്ടത്തിൽ എനിക്ക് പറയാനുണ്ട്. അത് മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞു, നമ്മൾക്ക് കിട്ടിയത് പറയാൻ പറഞ്ഞു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന അമ്മയുടെ മധ്യസ്ഥയിലൂടെ വാങ്ങിച്ചു തന്ന തിരുക്കുമാരനും അമ്മയ്ക്കും